blessing today. प्रोग्राम मैं देखना शुरू करता ही जनवरी 2 तारीख तो उस तो बाद मैं शराब बिल्कुल छड़ देती है, सिगरेट छड़ देता है। मैं कंटिन्यूस प्रेयर सेंटर जाना, प्रेयर करना। प्रोग्राम बहुत वधिया है। ये देखने तो बाद मेरा कंप्लीटली मैं चेंज हो गया। मेरा दिल को शराब पीने दिल नहीं करता, ना ही सिगरेट पीने दिल करता है। तो बहुत वधिया प्रोग्राम होगा। This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് നടക്കാനായി പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പൂനെ പിംബ്രിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാളെ അവരുടെ മകൻ്റെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ. അവർ 2 കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബത്തിലേക്കും അനുഗ്രഹങ്ങളും നന്മകളും ആരോഗ്യവും ഉണ്ടാകട്ടെ കർത്താവെ. അവരുടെ 2 ബിസിനസ് എൻ്റർപ്രൈസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിൻ്റെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് സംരംഭങ്ങളെയും ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തായി ന്യൂയോർക്കിൽ നിന്നുള്ള സാറാമ്മ ജോണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശരീരത്തിലേക്ക് പൂർണ്ണമായ സൗഖ്യം ഈ സമയം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനായിരിക്കുന്ന നഴ്സിംഗ് ഹോമിനകത്തേക്ക് യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. പൂർണ്ണ സൗഖ്യത്തോടെ അവൻ തനിയെ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായി തുടങ്ങട്ടെ കർത്താവെ. അതുപോലെ തൻ്റെ 2ാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ തന്നെയുള്ള ഡെൻ്റൽ സ്കൂളിൽ തനിക്ക് അഡ്മിഷൻ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അതിശയകരമായി തനിക്ക് വേണ്ടി ഒരു സീറ്റ് അങ്ങ് ഒരുക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, മൂത്ത സഹോദരിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജീവിത പങ്കാളിയെ തനിക്ക് ലഭിക്കുവാനും തൻ്റെ ഭാവി ശോഭനമായി തീരുവാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 2 സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെയധികം പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ഇന്ത്യയുടെ 68ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ ഓരോ വ്യക്തികളെയും, ഇന്ത്യയുടെ ഭരണാധികാരികൾക്കായി, ഓരോ കാര്യങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ പ്രസിഡൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മിനിസ്റ്റേഴ്സിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സ്റ്റേറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇന്ത്യയുടെ ഭരണാധികാരികളായിട്ടുള്ള മറ്റോരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ത്യൻ അതിർത്തികളിൽ ഞങ്ങളുടെ കാവൽ ഭടന്മാരായി നിൽക്കുന്ന സൈന്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ അനുഗ്രഹിക്കണമേ. ഇന്ത്യയുടെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ കർത്താവെ, ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്തിലേക്ക് ഉയർന്നു വരുന്ന തലത്തിൽ എല്ലാ കാര്യത്തിലും, സാമ്പത്തിക മേഖലയിൽ തുടങ്ങി എല്ലാ കാര്യത്തിലും എത്തിച്ചേരുവാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങ് വഴികളും വാതിലുകളും അങ്ങ് തുറ
തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓരോ സന്നദ്ധ സംഘടനകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ചാരിറ്റബിൾ ഓർഗനൈസേഷനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് വന്നു ചേരുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും കർത്താവെ അടുത്ത ദർശനത്തിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് അവരെ നടത്തി ഇന്ത്യക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി ഇന്ത്യയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇത് അമ്മൂമ്മയാണ് സൈഡിൽ നിൽക്കുന്നത്. മകളുടെ കൊച്ചുമകനാണ്. മകൻ്റെ പേര് അഖിൽ, സഹോദരിയുടെ പേര് പുഷ്കല. രണ്ടുപേരും ഭർത്താക്കന്മാരില്ല, അമ്മയ്ക്കും ഇല്ല, മകൾക്കും ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ അവർ കുറച്ച് വെയിറ്റ് എടുത്ത് പൊക്കിയ സമയത്ത്, ഒരു 15 കിലോ എന്നാണ് സാഹചര്യം, അത്രയേ ഉള്ളൂ. 15 കിലോ എടുത്ത് പൊക്കിയ സമയത്ത് പെട്ടെന്ന് തൻ്റെ കഴുത്തിനകത്തൊരു ശബ്ദം പോലെ കേട്ടു. ആ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ഈ സഹോദരിയുടെ മുഴുവൻ ശരീരവും മരവിപ്പ് പോലെ വന്നു. അവരുടെ ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി. പറഞ്ഞത് മൊത്തം ശരീരമൊക്കെ ആടുന്ന പോലെയൊക്കെ തോന്നി. കാഴ്ച കുറഞ്ഞു. പെട്ടെന്ന് ആ ഒരു ഒറ്റ സമയത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം ഒരു പ്രയാസം അങ്ങോട്ട് ജീവിതത്തിലേക്ക് വന്നു. അവരുടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഒരല്പം മരവിപ്പ് കുറഞ്ഞു. മകളെ പ്രയാസപ്പെടുത്തണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ അമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഏകദേശം 4-5 മാസത്തോളം കഴുത്ത് തിരിക്കാനോ അനക്കാനോ പറ്റില്ല. വലിയ വേദനയായിരുന്നു. മകളോട് ഒത്തിരി പറഞ്ഞില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകള് തന്നെ വീട്ടിലെ എല്ലാ പണികളും എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഈ അമ്മ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ആ ദിവസങ്ങളിൽ 4-5 മാസത്തോളം കഴിച്ചു കൂട്ടിയത്. അമ്മ പറഞ്ഞത് ഒരല്പം പോലും അമ്മ ഒരു ആക്ഷൻ കാണിച്ചു. ഇങ്ങനെ കണ്ണിങ്ങനെ തിരിക്കാനേ പറ്റുള്ളൂ, ഈ കഴുത്ത് ഒരല്പം പോലും തിരിക്കാൻ പറ്റില്ല. അതുപോലെ കഠിനമായ വേദനയായിരുന്നു ആ അമ്മ അനുഭവപ്പെട്ടിരുന്നത്. ആ സമയത്ത് 2012 ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം രാവിലെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മ TV ഓൺ ചെയ്തപ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം. അതിൽ ആ സമയത്ത് ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇത് സംഭവം നടക്കുന്നത് 2012 ഒക്ടോബർ മാസത്തിൽ. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ TV-യിലൂടെ പറഞ്ഞത്, കഴുത്തിന് വയ്യാത്ത, കഴുത്തിന് അസുഖമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി ഈ സഹോദരി പറഞ്ഞ് തല മുതൽ പാദം വരെ എന്തോ ഒരു ശക്തി വരുന്നത് പോലെ തോന്നി. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ മൊത്തം ശരീരത്തിൽ ഒരല്പം പോലും ഭയങ്കര പ്രയാസവും അസ്വസ്ഥതകളുമായിരുന്നു. സഹോദരി പറഞ്ഞ പല്ലൊന്നും ഇങ്ങനെ അമർത്തി കടിക്കാൻ പോലും പറ്റില്ല. പല്ലൊക്കെ കിടന്ന് ആടുന്നത് പോലെ മൊത്തത്തിൽ ശരീരത്തിലൊരു അസ്വസ്ഥതയായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ബ്രദർ പ്രാർത്ഥിച്ച ആ നിമിഷം ആ ശക്തി തൻ്റെ ശരീരത്തിലേക്ക് വന്ന് കയറി. ആ നിമിഷം തുടങ്ങി മാതാവിൻ്റെ കഴുത്തിൻ്റെ വേദന പരിപൂർണമായി മാറി. ശരീരത്തിലുണ്ടായിരുന്ന സകല അസ്വസ്ഥതകളും ആ നിമിഷം തന്നെ സൗഖ്യമായി എന്ന് അമ്മ പറയുന്നത്. TV പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഒരു ശക്തി ഇറങ്ങിയെന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കരമായ സന്തോഷവും അനുഗ്രഹവും എൻ്റെ ഭഗവാൻ എനിക്ക് ആ സമയത്ത് തന്നു. എന്നെ വിളിച്ചുണർത്തി തന്നതാണ്. തലേ ദിവസം ഞാൻ TV വയ്ക്കുമ്പം ഭഗവാൻ എനിക്ക് പ്രാർത്ഥന കാണിക്കുന്ന എന്തെന്നറിഞ്ഞൂടാ. പിറ്റേന്ന് എനിക്ക് രാവിലെ എഴുന്നേക്കെന്നോട് പറയുന്നു, ഇതെന്തെനിക്കിങ്ങനെ എനിക്ക്. എന്നിട്ട് ഞാൻ അത് മറന്ന് തലേ ദിവസത്തെ ആ പ്രാർത്ഥന സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ഞരമ്പ് വേദന കാരണം ഞാൻ കസേരയിലൊരു തുണിയിട്ട് ചാരി ഇങ്ങനെ ഇരുന്നപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറക്കമില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, മരിക്കാം എന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം എൻ്റെ മകള് തുണി കഴുകണം, വെള്ളം കോരി തരണം, പലതും. ഈ പ്രായത്തിലേ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ. നോക്കിയേ അത് അന്ന് ആ ഒരു ശക്തി ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ആ സമയം തന്നെ സൗഖ്യം കിട്ടിയോ? ആ സമയം തന്നെ എൻ്റെ കൈവിരലുകളെല്ലാം രക്തഓട്ടം വന്ന് എൻ്റെ തല ഞാൻ മുറ്റത്തിറങ്ങി. അപ്പൊ തന്നെ കഴുത്ത് തിരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് മാതാവ്. ആരാണ് സൗഖ്യമാക്കിയെന്ന് പറയാമോ? ഹല്ലേലൂയ. യേശുവാണ് സൗഖ്യമാക്കിയത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ആ യേശു ഇന്ന് ഇവിടെ ആർക്കെങ്കിലും ഇതുപോലെ കുഴപ്പമുണ്ടെങ്കിൽ, ഏത് പ്രശ്നമായാലും സൗഖ്യമാക്കാൻ കർത്താവ് ഇവിടെ ഉണ്ട്.
പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ശരീരത്തിൽ എവിടേക്കോ ട്യൂമറുകളോ മുഴകളോ ഒക്കെ ആയിട്ട് ആരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് തന്നെ എവിടേക്കോ സൗഖ്യം നടക്കുന്നുണ്ട്. മുഴകളുള്ളവർ ഇപ്പോൾ വിശ്വസിക്കുക, കർത്താവ് അത് ആ ഭാരങ്ങളെടുത്ത് മാറ്റുകയാണ്. കർത്താവെ, അങ്ങ് കൊടുത്ത ഈ അത്ഭുതകരമായ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഒന്നുകിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ട്രാക്ഷനിൽ കിടക്കണം, വെയിറ്റ് എല്ലാം കെട്ടിത്തൂക്കിയിട്ട് മാസങ്ങൾ കിടക്കണം. എന്നാൽ കർത്താവെ, ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങയുടെ ശക്തിയെ അയച്ച് കണ്ണുനീരിൽ നിന്നും ഈ അമ്മയെയും ആ കുടുംബത്തെയും വിടുവിച്ച കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം കർത്താവ്, ഇതേ വിഷയത്തിലായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു സാക്ഷ്യം കൂടി ഉള്ളത്, ഈ മകൻ്റെ പേര് അഖിൽ. ഈ മകന് കുറച്ച് നാളുകൾക്ക് മുൻപ് മൂത്രാശയ ചില പ്രശ്നങ്ങൾ വന്നിട്ട് ഈ മകൻ ഒരു ദിവസം ഒരു 35-40 പ്രാവശ്യത്തോളം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തനിക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് ആ കുഞ്ഞിന് ഏറ്റവും അധികം വിഷമമായത് സ്കൂളിൽ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കും. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലായിരുന്നു. ഈ 2014 നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്ന ആറ്റിങ്ങിൽ വെച്ചിട്ട് അന്ന് ഈ അമ്മ ഈ കൊച്ചുമകനെയും കൊണ്ട് വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രദർ സാധാരണ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഈ അമ്മ പറഞ്ഞത്, തിരിച്ചു പോയ ആ നിമിഷം തുടങ്ങി തൻ്റെ മൂത്രം പോകുന്ന ആ അസുഖം നോർമലായി. അവന് അന്ന് ആ പോകുന്ന നിമിഷം തുടങ്ങി പിന്നെ അങ്ങനെ ഒത്തിരി തവണ ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. അന്ന് കൊണ്ട് കർത്താവ് ആ മകനെയും സൗഖ്യമാക്കിയെന്നാ പറഞ്ഞു. ശരിയാണോ മോനെ? ശരിയാണോ? അന്ന് തുടങ്ങി സൗഖ്യം കിട്ടിയോ? കിട്ടി. ഗ്രേറ്റ്. അവൻ്റെ സന്തോഷം കണ്ടോ? കർത്താവിന് കൈകളടിച്ച് നന്ദി പറയാമോ? ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയതിന് യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിനായി ഞങ്ങൾ ഇന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശരീരം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഈ കുഞ്ഞിൻ്റെ മേൽ വന്നതിനാൽ നന്ദി പറയുന്നു. ഇനി ഒരു അസുഖവും ഇവനെ ബാധിക്കാതെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമായിരുന്നാലും കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണ്. ആ വിടുതൽ അയച്ചതിനാൽ നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒരു മിനിസ്ട്രി ടീം ഉണ്ടായിരുന്നു. ആ ടീമിൽ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് കുറേ സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളിൽ ചിലർ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഭാര്യമാരായിരുന്നു. എന്ന് വെച്ചാൽ ഉയർന്ന ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ഭാര്യമാർ യേശുവിൻ്റെ മിനിസ്ട്രി ടീമിലുണ്ടായിരുന്നു. വേറെ സ്ത്രീ, അവൾക്ക് 7 ഭൂതങ്ങളുണ്ടായിരുന്നു. ആ ഭൂതങ്ങൾ ബാധിച്ച് നരകതുല്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ ഒരു ശുശ്രൂഷയിൽ അവൾക്ക് വിടുതൽ കിട്ടി. അതിനുശേഷമുള്ള ജീവിതം യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളെ കർത്താവ് വിളിക്കുന്നുണ്ട്, പുരുഷന്മാരെ കർത്താവ് വിളിക്കുന്നുണ്ട്. 6 വിളി കേൾക്കും. ചിലരൊക്കെ വിളി കേട്ടൊരു 3 മാസം ഇതിലൊക്കെ ഇങ്ങനെ കൂടിയ ശേഷം പഴയത് തന്നെ നല്ലതെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്ന ആരും എനിക്ക് യോഗ്യനല്ല, ദൈവരാജ്യത്തിന് യോഗ്യനല്ല. എന്ന് വെച്ചാൽ യേശു കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ, പണ്ടൊരാൾ പറഞ്ഞു കാളവണ്ടി പോലെ ആയിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്കുമ്പോൾ അതിന് പുറകോട്ടെടുക്കാനുള്ള ഒരു ഗിയറുണ്ട്, റിവേഴ്സ് ഗിയർ. കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഇതുപോലെ ആയിരിക്കണം നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്. പണ്ടൊരിക്കൽ ഒരു കാളവണ്ടി കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ വണ്ടി അതിലെ വന്നു. രാജാവിൻ്റെ കാറാണ് വന്നിരിക്കുന്നത്. പുറകോട്ടെടുക്കാൻ പറഞ്ഞു. കാളവണ്ടിക്കാരൻ ഇത് പുറകോട്ടെടുക്കാൻ പറ്റില്ല, ഇത് റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടിയാണ്, വേണമെങ്കിൽ രാജാവിൻ്റെ വണ്ടി പുറകോട്ടെടുക്കാൻ പറഞ്ഞു. രാജാവ് അവസാനം വണ്ടി പുറകോട്ടെടുത്തു, കാളവണ്ടി മുമ്പോട്ട് തന്നെ പോയി. അതിൻ്റെ അർത്ഥം, ഒരു രാജാവ് വന്നാൽ പോലും നീ വഴി മാറണ്ട, നീ യേശുവിൻ്റെ പൈതലാണെങ്കിൽ മുന്നിലോട്ട് പോകണം. പറഞ്ഞ എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, എനിക്ക് പിന്മാറാൻ സാധ്യമല്ല, മുന്നോട്ട് മാത്രം പോകാനാണ് യേശു എന്നെ വിളിച്ചത്. ഇനി വലിയൊരു കടഭാരം വന്നു, എന്നാൽ പിന്നെ യേശുവിനെ വേണ്ട, വേറെ പണിക്ക് പോകാം. നോ 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 നോ, കടബാധ്യത വന്നാൽ എനിക്ക് പിന്മാറാൻ പറ്റില്ല. കാരണം എന്താ? റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടിയാണ്. ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും യേശുവിന് വേണ്ടി മുമ്പോട്ട് എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ വലത്തേക്കരം ആ സീലിംഗ് വരെ ഉയർത്തിപ്പിടിച്ചൊരു ബഡാ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. കർത്താവ് വന്ന് വീട്ടമ്മമാരെ വിളിക്കും, കുഞ്ഞുങ്ങളെ വിളിക്കും, യുവാക്കന്മാരെ വിളിക്കും, കല്യാണം കഴിഞ്ഞവരെയും വിളിക്കും, കല്യാണം കഴിയാത്തവരെയും വിളിക്കും, വാർദ്ധക്യത്തിലുള്ളവരെ ഇന്ന് ചാകുമോ നാളെ ചാകുമോ എന്നറിയില്ല, പക്ഷേ യേശു വന്ന് വിളിക്കും, മോനെ നിന്റെ ഹൃദയം എനിക്കുക, ഞാൻ നിന്നെ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം, നീ നരകത്തിലേക്ക് പോകണ്ട, ഞാൻ നിന്നെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ നിത്യജീവൻ നൽകാം. ഹല്ലേലൂയ. ശവക്കുഴിയിലേക്ക് ഇനി 1 ഇഞ്ച് മാത്രമേ ഉള്ളൂ, നോ പ്രോബ്ലം, യേശു നിന്നെ വിളിക്കും. യേശു എല്ലാവരെയും എടുക്കും. നമുക്കറിയാം, യേശു കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 2 കള്ളന്മാർ അപ്പുറം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊരു കള്ളൻ പറഞ്ഞു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. യേശു പറഞ്ഞു, അതിനെന്താ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലേക്ക്. ജീവിതകാലം മുഴുവൻ തൊലച്ചവനാ, പക്ഷേ ആ ശവക്കുഴിയുടെ മുമ്പിൽ വച്ച് അവൻ മാനസാന്തരപ്പെട്ട് യേശു എന്ന രക്ഷകനെ സ്വീകരിച്ചപ്പോൾ അവനെ പോലും രക്ഷിക്കുവാൻ ഈ രക്ഷകന് മനസ്സുണ്ടായി. കൈകൾ ഉയർത്തി ആ കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറ. ശക്തിയോടെ ഹല്ലേലൂയ പറയാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, യേശു ഒരു വ്യക്തിയോട് ഇങ്ങനെ പറയുന്നു, ഫോളോ മീ ആൻഡ് ലെറ്റ് ദ ഡെഡ് ബറി ദെയർ ഓൺ ഡെഡ്. ഒരു യുവാവ് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, യേശുവെ എൻ്റെ ഫാദർ മരിച്ചുപോയി, ഞാനൊന്ന് പോയി ഫ്യൂണറൽ നടത്തിയിട്ട് ഓടി വരാം. പക്ഷേ യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ സന്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഗീവ് പ്രയോറിറ്റി ടു ജീസസ് കോൾ. യേശു കർത്താവിൻ്റെ വിളിക്ക് 1-ാം സ്ഥാനം കൊടുത്തിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. യേശു ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന, ന്യായപ്രമാണം മുഴുവനും കൂടെ കാച്ചി കുറുക്കിയെടുത്താൽ 2 കൽപ്പന കിട്ടും. അതിലൊന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇങ്ങനെ 2 സ്നേഹത്തിൻ്റെ കൽപ്പനകൾ. പറയാമോ? ഉറക്കെ വോളിയം അങ്ങ് കൂട്ടി പറഞ്ഞേ. സ്നേഹത്തിൻ്റെ കൽപ്പനകൾ. യേശു തന്നത് എന്ത് കൽപ്പനയാണ്? ലവ് കമാൻഡ്മെന്റ്സ്. സ്നേഹത്തിൻ്റെ 2 കൽപ്പനകൾ തന്നു. എന്താണത്? 1, പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. 2, നിന്നെ പോലെ നിന്റെ അയൽപക്കക്കാരെയും സ്നേഹിക്കുക. ഇങ്ങനെ 2 കൽപ്പനകൾ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ 1-ാം സ്ഥാനം എല്ലായ്പ്പോഴും യേശുവിനായിരിക്കണം. ഇങ്ങനെ ഒന്ന് പിടിച്ചേ, പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്. അതാണ് ആ യുവാവിനെ പഠിപ്പിച്ചത്. മോനെ, നീ എൻ്റെ പിന്നാലെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനായിരിക്കണം നിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ലവ്. 1-ാമത് സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം, അല്ലാത്തവരാരും എനിക്ക് യോഗ്യരല്ല എന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം. ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, whoever does not take up their cross and follow me is not worthy of me. ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്ത ആരും എനിക്ക് യോഗ്യൻ അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുരിശെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാ. കാരണം എന്ന് വെച്ചാൽ എന്തോ ഭീകരമായ പങ്കപ്പാട് വരാൻ പോകുന്നു. യേശു ക്രൂശിൽ സഹിച്ചതുപോലെ ആരും സഹിക്കയില്ല, സഹിക്കാനുള്ള കഴിവില്ല, ആർക്കും ആ ക്രൂശ് ചുമക്കാനും സാധ്യമല്ല. കാരണം അത് മാനവരാശിയുടെ മുഴുവൻ കഷ്ടതയും വേദനയും പാപവും അതിൻ്റെ ശിക്ഷയും എല്ലാമാണ് യേശു തൻ്റെ ചുമലിലെടുത്ത് അതിൽ ക്രൂശിക്കപ്പെട്ടത്. എന്നാൽ യേശു പറഞ്ഞു, അവരവരുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ ക്രൂശ് എന്നുദ്ദേശിക്കുന്നത് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്കൊക്കെ, മിക്കവാറും എല്ലാവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ചിലർ പറയുക അങ്ങനെ ഒന്നും പോകണ്ട,
ചിലർ പറയും അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണ്ട, ചിലർ ഇത്രയൊന്നും കൂടുതൽ ഭക്തിയൊന്നും വേണ്ട, പഴയതുപോലെയൊക്കെ പോയാൽ മതി. ചിലരൊക്കെ ചില പീഡാനുഭവങ്ങളിലൂടെ പോയെന്നിരിക്കും. ഇങ്ങനെ ദിവസം തോറും വരുന്ന ഒരുപക്ഷെ നിന്ദയായിരിക്കാം, ഒരുപക്ഷെ പരിഹാസമായിരിക്കാം, മറ്റുള്ളവരുടെ ക്രൂരമായ വാക്കുകളാകാം. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഇതുപോലെ കുത്തുവാക്കുകളാകാം. ഇതൊക്കെ സഹിച്ചു വേണം എൻ്റെ പിന്നാലെ വരാൻ. എത്ര പേർ ശ്രദ്ധിച്ചു? യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് കാണും? ചില തടസ്സങ്ങൾ വരാം, വൈതരണികൾ ചിലതൊക്കെ മുമ്പിൽ കാണാം. പക്ഷെ അതിനെന്ത് ചെയ്യരുത്? വകവയ്ക്കരുത്. കൈ ഒന്നും കൂടി എടുത്തേ, പറഞ്ഞ യേശുവിന് ഒന്നാം സ്ഥാനം. പറയൂ, യേശുവിന് ഒന്നാം സ്ഥാനം. ആ കൈ ഇങ്ങോട്ട് തിരിച്ചടുത്ത ആളോട് പറയാ, എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഇപ്പുറത്തെ ആളോട് പറ, എനിക്ക് പുറകോട്ട് വണ്ടി എടുക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പോയി. ഹല്ലേലൂയ. ഇനി പിന്മാറാൻ ഉള്ള വകുപ്പ് എനിക്ക് ഇല്ല. ഈ വണ്ടി മുന്നിലേക്ക് മാത്രമേ പോകൂ. ഈ വണ്ടി എവിടെ എത്തിച്ചേരുമെന്നറിയാമോ? എത്തിച്ചേരേണ്ട സ്ഥലത്ത് പിതാവിൻ്റെ വീട്ടിലെത്തിച്ചേരും. അവിടെ വരെ ഞാൻ മുന്നിലേക്ക് പോകും. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ, ഓരോരുത്തരുടെ മേലും വന്നു ചേരാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇവരുടെ മേൽ വന്ന് ചേരട്ടെ കർത്താവെ. ഇടിമിന്നലേറ്റിട്ട് വല്ലാത്ത ശരീരത്തിൽ ഇപ്പോഴും ആ തളർച്ചയും ആ പ്രശ്നവും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഷോക്കേറ്റിട്ടായിരിക്കാം ഒരു തളർച്ചയും പ്രശ്നവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മണ്ണിൽ അലർജിയുള്ള ചില കുഞ്ഞുങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അത് അടഞ്ഞു പോയിട്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ജോലിയില്ല, സാമ്പത്തികമായിട്ട് വല്ലാത്ത വറുതിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവിൻ്റെ കരം അതിശയകരമായി ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള ചില പ്രത്യേക രോഗങ്ങൾ, വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത ചുമ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. ചില ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന, ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ വിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും 2 സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുമിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളായി നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അത്ഭുതകരമായി ഒരു വിടുതൽ ഇവരുടെ ഈ കാര്യത്തിൽ അങ്ങ് ചെയ്യണമേ. അവർക്ക് 2 പേർക്കും ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുവാൻ, മറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ചില പേപ്പറുകൾ, കോളേജിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില പേപ്പറുകൾ കാണാതെ പോയിട്ടുള്ളത്, അങ്ങനെ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ, അത്ഭുതകരമായ വിടുതലുകൾ അവർക്ക് വേണ്ടി സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഗർഭപാത്ര തകരാറുകൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യൂട്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, ചില സമയങ്ങളിൽ വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ചില സഹോദരിമാർ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ വയറിനകത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, അത് ഗ്യാസ് ട്രബിൾ ആകാം, മറ്റ് എരിച്ചിലാകാം, മറ്റ് പല പ്രശ്നങ്ങൾ വയറിനകത്ത് അനുഭവിക്കുന്നത്, ഇപ്പോൾ വയറിലേക്ക് നിങ്ങളുടെ കൈകൾ എടുത്തു വെച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ അത് സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ കൈ ഉയർത്താൻ സാധിക്കാതിരുന്നത്, കുനിയാൻ സാധിക്കാതെ, അസുഖ നിമിത്തം ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു നോക്കുക.
അതവിടെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. വേദന ഉണ്ടായവർ ഒന്ന് നോക്കിക്കേ, ആ ഭാഗത്ത് ഇപ്പോൾ വേദന ഉണ്ടായിരിക്കുകയില്ല. കാരണം യേശു കർത്താവ് നിങ്ങളെ സൗഖ്യം ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ വിടുതലുകളും അനുഗ്രഹങ്ങളും അങ്ങ് കൊടുത്തു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുതത്തിനായി നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. I'm going to give you 10 instructions for all single moms and single dads. ഭർത്താവിന്റെയോ ഭാര്യയുടെ അഭാവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കുള്ള 10 നിർദ്ദേശങ്ങൾ ഞാൻ നൽകാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരാണ് യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ വെച്ചിരുന്ന നുകം ഒടിച്ചു കളഞ്ഞത്? Who took the yoke off from the neck of Jeremiah and broke it? Options: A. യിരെമ്യാവ്, B. മിഖായാവ്, C. നെബൂഖദ്നേസർ, D. ഹനന്യാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.